Hi all. Reminder of division binomial theorem. The most repeated question in all JEE main examination. നോക്കൂ എന്താണ് ഇതിന്റെ കീ കോൺസെപ്റ്റ് എന്ന് നോക്കാം. എ പ്ലസ് ബി ഹോൾ റൈസ് ടു എൻ എക്സ്പാൻഡ് ചെയ്താൽ എഴുതാൻ നമുക്കറിയാം. എ റൈസ് ടു എന്നിൽ തുടങ്ങിയിട്ട് ഓരോ ടേമുകളായിട്ട് എഴുതി ലാസ്റ്റ് എന്ത് എഴുതും? ബി റൈസ് ടു എന്ന് എഴുതും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? ഇതിനെ നമുക്ക് ഈ ലാസ്റ്റ് ടേമിൽ ഒഴികെ ബാക്കി എല്ലാ ടേമിലും എന്തുണ്ട്? എ ഉണ്ട്. അപ്പൊ ഈ ലാസ്റ്റ് ടേം ഒഴികെ ബാക്കി എല്ലാ ടേമും എന്താണ്? ഡിവിസിബിൾ ബൈ എ ആണ്. ശരിയല്ലേ? അതേപോലെ തന്നെ ഈ ഫസ്റ്റ് ടേം ഒഴികെ ബാക്കി എല്ലാ ടേമും എന്താണ്? ഡിവിസിബിൾ ബൈ ബിയുമാണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി വരുന്നത് എന്താണ്? ബി റൈസ് ടു എൻ ആണ്. ഇതിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി വരുന്നത് എന്താണ്? എ റൈസ് ടു എൻ ആണ്. ഇതാണ് ഇതിന്റെ കീ കോൺസെപ്റ്റ്. ഇനി നോക്കൂ, 64 റൈസ് ടു 32 റൈസ് ടു 32 ഈസ് ഡിവിസിബിൾ ബൈ 9. 64ന്റെ തൊട്ടടുത്തുള്ള 9ന്റെ മൾട്ടിപ്പിൾ ഞാൻ 63 ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിനെ 63 പ്ലസ് 1 ഹോൾ റൈസ് ടു എന്ത് എഴുതാം? ടി എന്ന് എഴുതാം. എന്താ ടി? 32 റൈസ് ടു 32 എന്തോ ആയിക്കോട്ടെ, അത് ടി ആണ്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യും? 63 റൈസ് ടു ടിയിൽ തുടങ്ങി ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് ടേം എന്താണ്? 1 റൈസ് ടു ടി ആണ്. അപ്പൊ ഈ ലാസ്റ്റ് ടേം ഒഴികെ ബാക്കി എല്ലാ ടേമും എന്താണ്? ഡിവിസിബിൾ ബൈ 63 ആണ്. ഡിവിസിബിൾ ബൈ 63 ആണെങ്കിൽ എന്തായാലും ഡിവിസിബിൾ ബൈ എന്തുമായിരിക്കും? 9ഉമായിരിക്കും. കാരണം 63 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ബാക്കി വരുന്നത് എന്താ? 1 റൈസ് ടു ടി. 1 റൈസ് ടു ടി എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. അപ്പൊ റിമൈൻഡർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ അല്ലേ? ഓൾ ദ ബെസ്റ്റ്.